ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുമ്പോഴും ഇതിനായി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിൽ ആവശ്യമായ വാഹനങ്ങളില്ലെങ്കിൽ എന്താകും സ്ഥിതി? കരുനാഗപ്പള്ളി എക്സൈസ് വകുപ്പിനാണ് ഈ ദുർഗതിയുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിൽ ഒന്നാണ് കരുനാഗപ്പള്ളി. അവിടെയാണ് ഈ പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കൊല്ലം കരുനാഗപ്പള്ളി സർക്കിൾ എക്സൈസ് ഓഫീസിലെ വാഹനം എഞ്ചിൻ തകരാറിലായിട്ട് 4 മാസമാണ് പിന്നിടുന്നത്. അധികാരികൾ കണ്ടമട്ടെ ഇപ്പോൾ നടിക്കുന്നില്ല. പരിശോധനയ്ക്ക് പോകാൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. ഉണ്ടായിരുന്ന വാഹനം തകരാറിലായതിനെ തുടർന്ന് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. റെയ്ഡ്, പട്രോളിംഗ്, പരാതി അന്വേഷണം, ബോധവൽക്കരണ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട എക്സൈസ് സർക്കിൾ ഓഫീസിന് കീഴിൽ സ്വന്തമായി 24 മണിക്കൂറും വാഹനം അത്യാവശ്യവുമാണ്. പക്ഷേ വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ആരും ഇടപെട്ടില്ല. കരുനാഗപ്പള്ളി എക്സൈസ് ഓഫീസിലെ വാഹനത്തിന്റെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കരുനാഗപ്പള്ളിയിൽ ഇത്രയധികം പ്രൊഫഷണൽ കോളേജുകളും സ്കൂളുകളും തുറക്കാൻ സന്നദ്ധമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പെട്ടെന്ന് ഓടി എത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കരുനാഗപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിലെ വാഹനം 4 മാസമായി കട്ടപ്പുറത്താണ്. ലഹരി വേട്ട ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു പ്രദേശം കൂടിയാണ് കരുനാഗപ്പള്ളി. എക്സൈസ് സംഘത്തിന് വാഹനമില്ലാത്തത് ലഹരി സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി നാട്ടുകാരും പരാതിപ്പെടുന്നു. വാഹനം സംവിധാനം ഉണ്ടാകണം. അത് ഗവൺമെന്റ് അതിന് മുഖ്യധാരയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ വാഹനമില്ലാതെ അവർ ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനവും സാമ്പത്തികവും അങ്ങനെ ഏത് രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസർ ചെയ്യിച്ച് ആരെങ്കിലും ഈ സമൂഹത്തെ രക്ഷിക്കാൻ എക്സൈസിന് കൂട്ടായിട്ട് നിൽക്കണമെന്നാണ്. പകരം വാഹനം ആവശ്യപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും നടപടിയുണ്ടായില്ല. അടിയന്തര ഘട്ടത്തിൽ പലപ്പോഴും ഓഫീസ് ജീവനക്കാരുടെ ഇരുചക്ര വാഹനം മാത്രമാണ് ഇന്ന് ആശ്രയം. ഈ വണ്ടി കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, പിള്ളേരും ഇപ്പൊ ലഹരിയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ എന്ന് വിളിച്ചാൽ അവർക്ക് വണ്ടിയില്ല എടുത്തുകൊണ്ട് വരാൻ തന്നെ. ഈ വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കി കൊടുക്കണം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഉദ്യോഗസ്ഥർ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് വരണമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യമൊരുക്കാത്തത് ഉദ്യോഗസ്ഥരെ വലയ്ക്കുന്നുണ്ട്. പരിമിതികൾക്കിടയിലും കരുനാഗപ്പള്ളി എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നിരവധി കേസുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പിടികൂടിയത്. സ്വന്തം വാഹനങ്ങളിലാണ് ഈ പരിശോധന എല്ലാം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാന സൗകര്യം ഉദ്യോഗസ്ഥർക്ക് ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ ലഹരി വിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാകൂ. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ.